പാഠം 3. നീലക്കുറിഞ്ഞികളുടെ നാട്. നീലക്കുറിഞ്ഞികൾ പൂത്തുലയുന്ന അതിമനോഹരമായ താഴ്വരകളുടെ ഒരു നാട് നമുക്കുണ്ട്. അതാണ് ഇപ്പോൾ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്ന മൂന്നാർ. പേര് സൂചിപ്പിക്കുന്നതുപോലെ 3 ആറുകൾ ഒരുമിച്ചു ചേരുന്ന ഒരു മലമുടിയാണ് മൂന്നാർ. മുതിരപ്പുഴ, കുള, നല്ലതണ്ണി എന്നിവയാണ് ആ 3 ആറുകൾ. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലുള്ള കണ്ണൻദേവൻ മലകളിൽപ്പെടുന്ന പ്രദേശമാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 1300 മുതൽ 2200 മീറ്റർ വരെ ഉയരം കൂടിയ പ്രദേശമാണിത്. ഒരു കാലത്ത് മൂന്നാർ പ്രകൃതിയുടെ മാത്രം സ്വന്തമായിരുന്നു. മഞ്ഞും മലകളും പുൽമേടുകളും കൊടുങ്കാടുകളും നിറഞ്ഞ ഒരു വനഭൂമി. കുറെ പാവം മനുഷ്യരും വിചിത്ര മൃഗങ്ങളും ഒരുമയോടെ കഴിഞ്ഞിരുന്ന ഒരു മലം പ്രദേശം. അവിടെ പൊന്നു വിളയിക്കാമെന്ന് തിരിച്ചറിഞ്ഞത് ബ്രിട്ടീഷുകാരാണ്. അവരുടെ കടന്നുവരവോടെ മൂന്നാർ തോട്ടകൃഷിയുടെ പറുദീസിയായി മാറി. മഞ്ഞിൽ മുങ്ങിക്കുളിച്ചുണരുന്ന ഒരു ദേവസുന്ദരിയെപ്പോലെ മൂന്നാർ പട്ടണം ഏവരുടെയും മനം കവർന്നു. അതോടെ അവിടേക്ക് കച്ചവടക്കണ്ണുള്ള മനുഷ്യരുടെയും വിനോദസഞ്ചാരികളുടെയും ഒഴുക്ക് ആരംഭിച്ചു. മൂന്നാറിന്റെ മുഖശ്രീയാണ് കണ്ണൻദേവൻ മലയിലെ തേയിലത്തോട്ടങ്ങൾ. കണ്ണൻദേവൻ എന്ന് കേൾക്കുമ്പോൾ തേയിലയുടെ നറുമണമാണ് നമുക്ക് ചുറ്റും നിറയുന്നത്, അല്ലേ? എന്നാൽ ആ പേരിന്റെ ശരിയായ അവകാശി ആ വനപ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന നല്ലവനായ ഒരു കണ്ണൻ തേവരായിരുന്നത്രേ. അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താനാണ് പിൽക്കാലത്ത് അവിടുത്തുകാർ ആ പ്രദേശത്തിന് കണ്ണൻദേവൻ മലകൾ എന്ന് പേര് നൽകിയതെന്ന് കരുതപ്പെടുന്നു. അതല്ല, അവിടുത്തെ ആദിവാസി മൂപ്പന്മാരായിരുന്ന കണ്ണൻ, തേവർ എന്നിവരുടെ സ്മരണയിൽ നിന്നാണ് ആ പേര് കിട്ടിയതെന്നും മറ്റു ചിലർ വിശ്വസിക്കുന്നു. പിൽക്കാലത്ത് നാടുഭരിച്ച ബ്രിട്ടീഷുകാർ മൂന്നാറിനെ തേയിലയും കാപ്പിയും സുഗന്ധവ്യഞ്ജനങ്ങളും കൃഷി ചെയ്യുന്ന വലിയൊരു തോട്ടം മേഖലയാക്കി വളർത്തിയെടുത്തു. അക്കാലത്ത് ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് വിനോദസഞ്ചാരികൾ മൂന്നാറിനെ വിശേഷിപ്പിച്ചിരുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ വെച്ച് മൂന്നാർ മേഖലയിൽ ആദ്യമായി ഒരു തേയിലച്ചെടി നട്ടത് MH ഷാർപ്പ് എന്ന വിദേശിയാണ്. 1886 പാർവതി എന്ന പ്രദേശത്തെ 50 ഏക്കർ സ്ഥലത്തായിരുന്നു ഈ ചരിത്ര സംഭവത്തിന്റെ തുടക്കം. തേയില കൃഷിയും അനുബന്ധ വ്യവസായങ്ങളും വളർന്നതോടെ 1902 മൂന്നാർ മലകളിൽ തീവണ്ടിയും ഓടാൻ തുടങ്ങി. കുളവാലി ലൈറ്റ് റെയിൽവേ എന്നായിരുന്നു ഇതിന്റെ പേര്. 35 കിലോമീറ്ററായിരുന്നു ഈ റെയിൽവേ പാതയുടെ നീളം. പാളം തെറ്റലും ആനക്കൂട്ടങ്ങളുടെ ആക്രമണവുമൊക്കെ ഈ റെയിൽപാതയിൽ സാധാരണമായിരുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ റെയിൽവേ ദീർഘകാലം നിലനിന്നില്ല. 1924 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മൂന്നാർ റെയിൽവേ തകർന്ന് തരിപ്പണമായി. മൂന്നാർ പ്രദേശത്തെ ഇരവികുളം നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ദേശീയ ഉദ്യാനങ്ങളിൽ ഒന്നാണ്. ലോകത്തിലുള്ള വരയാടുകളിൽ പകുതിയിലധികവും ഇരവികുളം നാഷണൽ പാർക്കിലാണ് ഉള്ളത്. വരയാടുകൾക്ക് പുറമെ ആന, കടുവ, കാട്ടുപോത്ത്, മ്ലാവ്, പുള്ളിപ്പുലി, കരിമ്പുലി, കരിങ്കുരങ്ങ്, മലയണ്ണാൻ, കുറുക്കൻ തുടങ്ങിയ വന്യജീവികളും പലതരം വിചിത്ര പക്ഷികളും ഇരവികുളത്തുണ്ട്. അതോടൊപ്പം 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂത്തുലയുന്ന നീലക്കുറിഞ്ഞിയും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഇരവികുളം പാർക്കിന്റെ തെക്കുഭാഗത്തായി തലപൊക്കി നിൽക്കുന്ന പർവ്വത ഭീമനാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണിത്. മൂന്നാറിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയാണ് ഇത് നിലകൊള്ളുന്നത്. മൂന്നാർ മലനിരകളാൽ ചുറ്റപ്പെട്ട മാട്ടുപ്പെട്ടി തടാകവും മൂന്നാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചിന്നാർ വന്യജീവി സങ്കേതവും ചന്ദനമരങ്ങളുടെ നാടായ മറയൂരും തോട്ടം തൊഴിലാളി മേഖലയായി അറിയപ്പെടുന്ന ചിന്നക്കനാലും ആനയിറങ്കൽ അണക്കെട്ടുമൊക്കെ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിന് മാറ്റുകൂട്ടുന്നു.